നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ സിറ്റിയുമായുള്ള തൻ്റെ കോൺട്രാക്റ്റ് അവസാനിച്ച ഘട്ടത്തിൽ സെർജിയോ അഗ്യൂറോ FC ബാഴ്സലോണയിലേക്കാണ് പോയത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ അസുഖം വരികയും കൂടുതൽ കാലം അവിടെ കളിക്കാൻ കഴിയാതെ പോവുകയും ചെയ്തു. തൻ്റെ പ്ലാനിൽ യൂറോപ്പിൽ കുറച്ച് വർഷങ്ങൾ കൂടി കളിച്ച് തിരികെ അർജന്റീനയിൽ വന്ന് ഇൻഡിപെൻഡൻറ്റിക്ക് വേണ്ടി കളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും സംഭവിച്ചില്ല. അതിൽ തനിക്ക് ദുഃഖമുണ്ട് എന്ന് അഗ്യൂറോ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. അതോടൊപ്പം മാഞ്ചസ്റ്റർ സിറ്റി തൻ്റെ കോൺട്രാക്റ്റ് പുതുക്കില്ല എന്ന് പറഞ്ഞ ഘട്ടത്തിൽ FC ബാഴ്സലോണയിൽ നിന്നൊരു ഓഫറുണ്ട്, അത് സാലറി വളരെ കുറവാണ് എന്ന് പറഞ്ഞിട്ടും അത് താൻ അംഗീകരിക്കാൻ ഒറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ: ലിയോ മെസ്സിക്കൊപ്പം തനിക്ക് കളിക്കാൻ കഴിയും, ക്ലബിൽ കളിക്കാൻ കഴിയും എന്നുള്ള സന്തോഷം. അൺഫോർച്ചുനേറ്റ്ലി അതും നടന്നില്ല. മെസ്സി പോകുന്നു, ബാഴ്സ വിട്ടു പോകുന്നു എന്നുള്ള വാർത്ത വളരെ വളരെ ഞെട്ടലോടെയാണ് കേട്ടത് എന്നിപ്പോൾ തുറന്നു പറയുകയാണ് സെർജിയോ അഗ്യൂറോ. പക്ഷേ അതാണ് ജീവിതം എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഫുട്ബോളും ജീവിതവും ഒക്കെ അങ്ങനെയാണ്, അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞതാണ്. അതാണ് അഗ്യൂറോയുടെ വാക്കുകൾ. ആ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, സിറ്റി എന്നോട് പറഞ്ഞു എൻ്റെ കോൺട്രാക്റ്റ് പുതുക്കില്ല എന്നവർ പറഞ്ഞ ഘട്ടത്തിൽ എൻ്റെ ഏജൻറ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബാഴ്സലോണ എൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്, പക്ഷേ സിറ്റി നൽകുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ സാലറിയെ നൽകൂ എന്നും അവർ പറയുന്നു എന്നാണ് എന്നോട് ഏജൻറ്റ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു, അതെനിക്ക് വിഷയമല്ല, അതങ്ങ് സമ്മതിച്ചേക്ക്. തീർച്ചയായിട്ടും ലിയോ മെസ്സിക്കൊപ്പം കളിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ അതിലേറ്റവും വലിയ അട്രാക്ഷൻ. സോ ഞാനതങ്ങ് അംഗീകരിക്കുകയായിരുന്നു. ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു, എക്സൈറ്റഡ് ആയിരുന്നു. മെസ്സിക്കൊപ്പം ക്ലബ് ഫുട്ബോളിൽ കളിക്കാൻ കഴിയും. പക്ഷെ ഇതാണ് ഫുട്ബോൾ, ഇതാണ് ജീവിതം. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. മെസ്സി ബാഴ്സലോണ വിടുന്നു എന്ന വാർത്ത ഞാൻ അറിഞ്ഞ സമയത്ത് എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അത് ഫേക്ക് ന്യൂസ് ആണ് എന്നാണ് ഞാൻ ആദ്യം തന്നെ ചിന്തിച്ചത്. സോ ഞാൻ നേരിട്ട് ലിയോയെ വിളിച്ചു, കാര്യങ്ങൾ ചോദിച്ചു. അത് സത്യമാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം യെസ് എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് കൂടുതലൊന്നും അദ്ദേഹത്തോട് പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എന്നുകൂടി ഇപ്പോൾ സെർജിയോ അഗ്യൂറോ പറയും. തീർച്ചയായിട്ടും അതെല്ലാ ബാഴ്സലോണ ആരാധകർക്കും ഷോക്കായ ഒരു ന്യൂസ് ആയിരുന്നു വന്ന മെസ്സി ബാഴ്സലോണ വിടുന്നു എന്നുള്ളത്. പിന്നെ സംഭവിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.